യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വിവിധ പ്രതലങ്ങൾ, അതാണ് ഈ രാത്രിയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം. അതിനുവേണ്ടി ആധാരമായി എല്ലാവരും ബൈബിൾ തുറക്കുവീൻ. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെ വായിക്കാം. ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം എന്തെന്ന് നിങ്ങൾ സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം യേശുക്രിസ്തുവിൽ കൂടെയാണ് ലോകം അറിഞ്ഞത്. ആ സ്നേഹത്തിന് നീളമുണ്ട്, വീതിയുണ്ട്, ആഴമുണ്ട്, ഉയരമുണ്ട്. എന്താണ് നീളം? എഫെസ്യ ലേഖനം 1:4 ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ സ്നേഹിച്ച സ്നേഹം. യിരെമ്യാ പ്രവചനം 31:3 നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച സ്നേഹം. നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്നതാണ് ദൈവസ്നേഹം. എന്താണ് അതിന്റെ ആഴം? 86-ാമത്തെ സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യത്തിൽ, എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എന്റെ പ്രാണനെ അധമപാതാളത്തു നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അഴുകി നാറി ശവസമാനരായ പാപികളെ പാതാളത്തിന്റെ ആഴത്തിൽ പോകേണ്ട നമ്മെ അവിടെ നിന്ന് ഉയർത്തിയതാണ് ദൈവസ്നേഹം. എന്താണ് ദൈവസ്നേഹത്തിന്റെ ഉയരം? എഫെസ്യ ലേഖനം 2:7 ക്രിസ്തുവിനോടുകൂടെ പിതാവ് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ദൈവസ്നേഹത്തിന്റെ വീതി? യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. നിത്യത വരെയുള്ള സ്നേഹമാണ് നീളം. പാതാളത്തിന്റെ ആഴത്തിൽ ഉയർത്തിയതാണ് അതിന്റെ ആഴം. സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയതാണ് അതിന്റെ ഉയരം. സമസ്ത ലോകത്തിനെ സ്നേഹിച്ചതാണ് അതിന്റെ വീതിയെങ്കിൽ നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? അത്യുന്നത ദൈവത്തിന്റെ സ്നേഹത്തെ ലോകത്തിൽ പ്രദർശിപ്പിച്ച വ്യക്തിത്വമാണ് കർത്താവായ യേശുക്രിസ്തു. ആ ക്രിസ്തുവിന്റെ സ്നേഹം അൺമെറിറ്റഡ് ലവ് അഥവാ ഫോർഗീവിംഗ് ലവ്. തുറക്കുവീൻ റോമാലേഖനം 5-ാം അധ്യായം 6, 8, 10 3 വാക്യങ്ങൾ പടിപടിയായി ദൈവസ്നേഹത്തിന്റെ ആഴം, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം വർണ്ണിച്ചിരിക്കുന്നത് കാണുവീൻ. വി വെർ വീക്ക്, ബലഹീനരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു. 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ. ഒരു പടിയും കൂടെ താഴോട്ട് വന്നു. നമ്മൾ ബലഹീനർ മാത്രമല്ല, പാപികളായിരുന്നു. അപ്പോൾ തന്നെ അഭക്തർക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഇനി ഒരു പടിയും കൂടെ താഴെ 10-ാം വാക്യം വായിക്കുകയും, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ദൈവസ്നേഹത്തിന്റെ ആഴത്തിന്റെ 3 പടികൾ റോമർ 5 പൗലോസ് പറയുന്നു. 5-ാം വാക്യത്തിൽ ദൈവത്തിന്റെ സ്നേഹമോ നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരുന്നത്. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സ്നേഹം മാനവ കുലത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് ക്രിസ്തുവേശു തന്നെ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിൽ വ്യാപരിപ്പിക്കുന്നത് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ പറന്നു നടക്കുന്ന പരിശുദ്ധാത്മാവൻ തങ്കപ്രാവാർ. അതിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ അവനെ സ്തുതിക്കട്ടെ. അത് ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, പാപികളായിരിക്കുമ്പോൾ തന്നെ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, സ്നേഹിതരെ, യോഗ്യതയുടെ ലാഞ്ചന പോലും ഇല്ലാതിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. കമ്പനികളിൽ, ഓഫീസുകളിൽ, ഫാക്ടറികളിൽ, ഉദ്യോഗ മണ്ഡലങ്ങളിൽ അഡ്മിഷനും പ്രമോഷനും കിട്ടുന്നത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലാണ്, അല്ലെ? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് തുടങ്ങി യോഗ്യതകളെ പരിഗണിച്ചാണ് കമ്പനികൾ, ഓഫീസുകൾ, ഫാക്ടറികളിൽ അഡ്മിഷനും പ്രമോഷനും. എന്നാൽ അയോഗ്യതയും കൊണ്ടുവരുമ്പോൾ അഡ്മിഷനും പ്രമോഷനും കിട്ടുന്ന ഒറ്റ കമ്പനിയേ ഉള്ളൂ. ഇന്ന് രാത്രി നമ്മൾ അവിടെയാണ് വന്നിരിക്കുന്നത്. 4 ഉദാഹരണം പറയട്ടെ. 1, യോഹന്നാൻ സ്നാപകൻ, എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുരിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. സ്ത്രീകൾ ജനിച്ചവരിൽ ഏറ്റവും വയവനായിത്തീർന്നവനാണ്. 2, ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുറക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാല്യക്കാരന് സൗഖ്യം.
മൂന്നാം മുടിയൻ പുത്രൻ, അപ്പാ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി, ഇത് നിന്റെ മകന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയ്യാലെ ചെരുപ്പ്, കയ്യെ മുതിരം, മുഖത്ത് ചുമ്മനം, മേൽത്തരമായെങ്കി. നാലാമൻ പൗലോസ് തന്നെ, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല. അവനാണ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടെങ്കിൽ സകലവിധ പാരമ്പര്യത്തിന്റെ അഹന്തകളും മാറ്റി അയോഗ്യത സമ്മതിച്ചാൽ നിന്റെ പേരിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ മഴ പെയ്യും മക്കളെ. അവൻ ക്ഷമിച്ചാൽ പരിപൂർണമായിട്ടാണ്. അറിയാമോ, ക്രിസ്തുവേശുവിൽ കൂടെ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. വായിച്ചിട്ടുണ്ടോ? സങ്കീർത്തനയുടെ മണിമകുടമായ 103-ാമത്തെ സങ്കീർത്തനത്തിൽ 12-ാം വാക്യത്തിൽ, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോടകറ്റി ക്രിസ്തുനാഥന്റെ അടുക്കൽ വന്ന് പാപമോചനം പ്രാപിച്ച സഹോദരാ സഹോദരി, പറന്ന് 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 ഉദയം മുതൽ അസ്തമാനം വരെ പറക്കുമ്പോൾ മനസ്സ് മന്ത്രിക്കട്ടെ, എന്റെ അപ്പച്ചൻ ക്ഷമിച്ചു ക്ഷമിച്ചു, അവന്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. യെശയ്യാ പ്രവചനം 1:18, രക്താംബരം പോലെ നിന്റെ പാപവും ഹിമം പോലെ വെളുപ്പിച്ചിരിക്കുന്നു. ഇതൊരു സ്തോത്രം. പാപത്തിന്റെ കറകളാൽ വേദനിക്കുന്ന സഹോദരാ സഹോദരി, മാരക പാപത്തിൽ അകപ്പെട്ട് ക്ഷമയിൽ വേദനയോടെ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു സദ്വർത്തമാനം നിനക്കുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തൻ, പരമപരിശുദ്ധൻ, അവൻ ആരാധന കൊതിയനല്ല, ആരാധനയ്ക്ക് യോഗ്യനാണ്. അവന്റെ പരമപരിശുദ്ധന്റെ ആ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുമ്പോൾ രക്താംബര പോലെ ഉള്ളതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം 38-ാം അധ്യായം 17-ാം വാക്യത്തിൽ, നീ എന്റെ പാപങ്ങളെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു, നിന്റെ പാപത്തിനും നിനക്കും മധ്യത്തിൽ നിന്റെ ദൈവം നിൽക്കുന്നു, നിന്നെ അഭിസംബോധന ചെയ്യുന്നു. പിറകിലെറിയുന്ന ആ പാപം, അതാണ് ദൈവീക സ്നേഹത്തിന്റെ പ്രദർശനം. തീർന്നില്ല. യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 22-ാം വാക്യത്തിൽ, നിന്റെ പാപങ്ങളെ അവൻ മായിച്ചു കളയുന്നു. തീർന്നില്ല. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 34-ാം വാക്യത്തിൽ, ഞാൻ ഇനി അവരുടെ പാപങ്ങളെ ഓർക്കയില്ല. മറക്കുന്ന ദൈവസ്നേഹം. തീർന്നില്ല. മീഖായുടെ പ്രവചനം 7-ാം അധ്യായം 19-ാം വാക്യം, ഞാൻ അവരുടെ പാപങ്ങളെ ചവിട്ടിക്കളയും. തീർന്നില്ല. അത് സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. ഉദമസ്തഭ്യത്തോട് അകന്നിരിക്കുന്ന പോലെ ലംഘനങ്ങളെ അകറ്റിയവനെ സ്തുതിക്കുവീ. പാപക്കറകൾ മായിച്ച് രക്താംബരം ഹിമം പോലെ വെളുപ്പിച്ചവനെ സ്തുതിക്കുവീ. പാപത്തെ പിറകിൽ എറിഞ്ഞു കളയുന്നു, മായിച്ചു കളയുന്നു, മറന്നു കളയുന്നു, മാത്രമല്ല ചവിട്ടിക്കളയുന്നു, സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. ഇതറിയുമ്പോൾ നമുക്കൊരു പ്രബോധനമുണ്ട്. എന്താ അത്? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-13 വായിക്കൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഹല്ലേലൂയ പറയാൻ ധൈര്യമുണ്ടോ നിനക്ക്? കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുകയും. മത്തായി 18:35 ഓരോരുത്തൻ തന്റെ സ്നേഹിതനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും അങ്ങനെ തന്നെ ചെയ്യും. നിന്റെ പാപക്കറകളെ കഴുകി കളഞ്ഞ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയെങ്കിൽ മറ്റുള്ളവരുടെ അപരാധം ക്ഷമിക്കണം. ഹൃദയംഗമായി 3 വെട്ടം ഈ സങ്കീർത്തനം ചൊല്ലു മക്കളെ, നിന്റെ കോപം മാറും. പരീക്ഷിച്ചു നോക്കൂ. അല്പകാലമല്ലേ ഉള്ളൂ. നമ്മുടെ കർത്താവ് തന്റെ സ്നേഹത്താൽ സകലം ക്ഷമിച്ചെങ്കിൽ കൂട്ടുവിശ്വാസിയോട് ക്ഷമിക്കുവാൻ മനസ്സുള്ളവർ കൈവക്കട്ടെ. ആരോട് വിദ്വേഷവും പകയുമുണ്ടോ ഇവിടെ കളഞ്ഞിട്ടേ ഇന്ന് പോകാൻ തീരുമാനിക്കാവൂ. ആ സമർപ്പണം മുതൽ സ്തോത്രം ചെയ്യാം. ഡയമെൻഷൻസ് ഓഫ് ക്രിസ്ത്യൻ ലവ്. പോയിന്റ് നമ്പർ 1, ഇറ്റ് ഈസ് ഫോർഗിവിംഗ് ലവ്. അതെ, ക്ഷമിക്കുന്ന സ്നേഹം. പോയിന്റ് നമ്പർ 2, ഇറ്റ് ഈസ് പ്രൊട്ടക്ടിംഗ് ലവ്. അത് സംരക്ഷിക്കുന്ന സ്നേഹമാണ്. ഓർമ്മയുണ്ടോ? 103-ാം സങ്കീർത്തനം 13-ാം വാക്യം. എല്ലാവരും പറയൂ. അപ്പന് മകളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ആ കരുണ എന്താന്ന് യിരെമ്യാവിന്റെ പ്രവചനം 31-ാം അധ്യായം
20-ാം വാക്കിൽ വിശദീകരിച്ചിരിക്കുന്നു. ജെറമ്യാ 31:20 ഒന്ന് വായിലേ. എഫ്രൈം എന്റെ വാത്സല്യപുത്രനോ, വെറും മോനല്ല, എന്റെ വാത്സല്യപുത്രൻ. ഓമനക്കുട്ടിയോ, കുട്ടിയല്ല, ഓമനക്കുട്ടി. ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും, വൃത്തക്കേട് കാണിക്കുമ്പം ഞാൻ അവന് വിരോധമായി സംസാരിക്കുമെങ്കിലും അവനെ കുറിച്ച് എന്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. ഹല്ലേലൂയ. പാപത്തിനെതിരെ ശബ്ദിക്കുമെങ്കിലും പാപിയോട് സ്നേഹമുള്ള ഒരു അപ്പച്ചനാ സ്വർഗത്തിൽ. വിരോധമായി സംസാരിക്കുമ്പോഴും എന്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. 103:13 അപ്പ മക്കളോട് കരുണ തോന്നുന്ന പോലെയാണ് ദൈവസ്നേഹത്തെ വിവരിച്ചതെങ്കിൽ യെശയ്യാവ് പ്രവചനം 49-ാം അധ്യായം 15-ാം വാക്യം അറിയാമോ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. അത് മാതൃസ്നേഹമാണ്. സ്വന്തം മക്കളെ പരിത്യജിച്ച അമ്മമാരില്ലേ, പുഴുങ്ങിയിട്ടുള്ള അമ്മമാരില്ലേ? ഈ വേദപുസ്തകം പറയുന്നു, അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. എത്ര പേർക്കൊരു ഹല്ലേലൂയ പറയാൻ? പ്രൊട്ടക്ടിങ് ലവ്, ഫോർഗിവിംഗ് ലവ്, ഡയമെൻഷൻ നമ്പർ 1. പ്രൊട്ടക്ടിങ് ലവ്, ഡയമെൻഷൻ നമ്പർ 2, അതേ സംരക്ഷിക്കുന്ന സ്നേഹമാണ്. ഇനിയും 3-ാമതായി, ഇറ്റ് ഈസ് ഡിസിപ്ലിനിങ് ലവ്, അതിന് പ്രശിക്ഷണം കൊടുക്കുന്ന, ശിക്ഷിക്കുന്ന സ്നേഹം. എബ്രായ ലേഖനം 12-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുകയും. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയല്ലേ. അടുത്തത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഈ സ്നേഹം ശിക്ഷിക്കുന്ന സ്നേഹം കൂടെയാണ്. അത് സ്നേഹത്തിന്റെ പ്രദർശനമാണ്. പപ്പ മാർക്കറ്റിൽ നിന്ന് വന്ന് ടോഫി, ചോക്ലേറ്റ്, ഐസ്ക്രീം, മോനെ ബാ തിന്ന്, മോളെ ബാ കഴിക്ക. ഇതേ അപ്പച്ചന്റെ പോക്കറ്റിൽ കിടക്കുന്ന 50 രൂപ ഒരു ദിവസം കണ്ടില്ല. ഇതേത് കള്ളൻ ഇവിടെ വന്നേ? പുറത്തെ കള്ളൻ ഏതായാലും കയറത്തില്ല, അകത്തെ കള്ളൻ തന്നെയാണ്. ഈ മോനത് മോഷിച്ചു. മോനെ നീ എടുത്തോടാ? ഇല്ല പപ്പ. സത്യം പറയടാ? ഇല്ല പപ്പ. അപ്പോൾ പപ്പയ്ക്കൊരു സംശയം വന്ന് പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ആ 50 രൂപ അവിടെ തന്നെ ഉണ്ട്. അപ്പോഴപ്പനെ ദേഷ്യം വന്ന് പടിയെടുത്തു. അടിക്കുമ്പോൾ 2 പൊട്ടിക്കുമ്പോൾ, നീ മുടിഞ്ഞു പോടാ, നിന്റെ എല്ലാം ഒടിയട്ടടാ, നീ വല്ലവന്റെ മോനാടാ നല്ല ഇതിന്റെ അർത്ഥം. പിന്നെയോ, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. കൽക്കെ മിഠായി ആജ് കപ്തായി. പ്രേം ക പ്രദർശൻ മനസ്സിലാക്കാൻ ദൈവത്തെ ശ്രദ്ധിക്കട്ടെ. ഇന്നലത്തെ ആ ഭക്ഷണം കൊടുത്ത കൈയാണ് ഇന്ന് ശിക്ഷണം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. നമ്മൾ നന്നാകാനാണ്. എന്ന ചില പിള്ളേർക്ക് അടി വളരെ കൊള്ളും. കാരണം അവർ ഓടാൻ തുടങ്ങും. അത് ബുദ്ധികേടാ. മക്കൾ വല്ലതും കേൾക്കുക, മോനെ പപ്പയോ മമ്മിയോ വടിയെടുക്കുമ്പോ ഓടല്ലേ, നിന്റെ കാൽ ഇത്രേ ഉള്ളൂ, നിന്റെ അപ്പന്റെ കാല് 4 ഇരട്ടി വലുതാ, ഓടിച്ചിട്ടടിക്കും. ചില പിള്ളേർ സ്ട്രഗിൾ ചെയ്യും മമ്മിയുടെ പപ്പയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വയ്ക്കാൻ. ചെയ്യല്ലേ, നിന്റെ ആരോഗ്യത്തെക്കാൾ മാതാവിന്റെ പിതാവിന്റെ ആരോഗ്യം വലുതാണ്. പിന്നെ 3-ാമതൊരു മെത്തേഡുണ്ട് അടി കുറയ്ക്കുവാൻ. ഓടാതെ, മരുത്തം ചെയ്യാതെ പപ്പ വടിയെടുക്കുമ്പോ കെട്ടിപ്പിടിച്ചാൽ പപ്പ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ. ആ താലോലിച്ച് കെട്ടിപ്പിടിക്കുന്നവന് അടി കുറച്ചേ കൊള്ളുകയുള്ളൂ. സഹോദരാ സഹോദരി, കർത്താവിന്റെ കോപം നിന്റെ വ്യക്തി ജീവിതത്തിൽ, ശരീരത്തിൽ, കുടുംബത്തിൽ, സഭാ ശുശ്രൂഷയിൽ വരുമ്പോൾ ഓടല്ലേ ഓടല്ലേ ഓടല്ലേ. അവന് ഒളിച്ചോടാൻ പറ്റുകയില്ല. മല്യുദ്ധം ചെയ്യാതെ പാദത്ത് കവിണ്ണ് വീഴുക. അപ്പച്ചാ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ ദിവ്യപാദത്തിൽ ആശ്രയിച്ചവരാരും ആലംബഹീനരായി തീർന്നിട്ടില്ല. ഇങ്ങനൊരു ശിക്ഷയുള്ളതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നത്. എന്റെ ഭാര്യയുടെ വല്യപ്പച്ചന്റെ പേര് പാസ്റ്റർ ടി ജിമ്മൻ. ആചാരഭാഗുമായ ഒരു വേദപണ്ഡിതൻ, വേദശാസ്ത്രത്തിൽ പരാംഗതനായ IPCയുടെ ആദ്യകാല നേതാക്കന്മാരിൽ ഒരാൾ. ഒരു ദിവസം ചൊറിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ തനിക്ക് എതിരാളി ഒരു സ്നേഹിതൻ. ആ സ്നേഹിതന്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ഭാവന പേരങ്ങ് പറയാം. കുട്ടിയച്ചൻ വന്നിട്ട് പറഞ്ഞു, ഉമ്മച്ച കണ്ടോ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, കണ്ടോ ചൊറിയുന്നു. അപ്പോൾ ആ സുസ്മേര വദനായി ഉമ്മച്ചനപ്പച്ചൻ പറഞ്ഞു, പ്രിയ കുട്ടിയച്ച ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ ആരാന്ന്. ആരാ? എബ്രായർ 12:5. പിതാവ് തൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. എനിക്കൊരു അപ്പച്ചനുണ്ട്, അവൻ എന്നെ കൈക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രദർശനമാണ്. പക്ഷെ കുട്ടിയച്ചനെ വെറുതെ വിട്ടില്ല. അടുത്ത ചോദ്യം, കുട്ടിയച്ചനെ അസുഖം വരാത്ത എന്താണെന്നറിയാമോ? അറിഞ്ഞുകൂടാ.
അടുത്ത വാക്യത്തിലുണ്ട്. എന്താ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ വിടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലയുടേനത്രേ. നീ ഫാദർലെസ് ആയിക്കൊരു ഫാദറുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവമക്കൾക്കോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ പതറുകയില്ല മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. വായിക്കൂ ഇതേ കാര്യം തീത്തോസ് ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെ. ടൈറ്റസ് 2:11-13. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. ദൈവകൃപ ഉദിച്ചല്ലോ, രക്ഷിക്കുന്ന ദൈവകൃപ. അടുത്ത വാചകം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് ഭക്തികേട് പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചു പോരുക. അത് നമ്മെ ശിക്ഷിച്ചു. ഏത് 2:11 രക്ഷിക്കുന്ന കൃപ, 2:13 ശിക്ഷിക്കുന്ന കൃപയാ. അപ്പൊ ഓരോ അടിയും പറയുന്നത് അപ്പന്റെ കൃപ, അപ്പന്റെ കൃപ, അപ്പന്റെ കൃപ. ഇത് പ്രപഞ്ചമോഹങ്ങൾ വർജിക്കാനാ. ഈ ലോകത്തിന് അനുരൂപരായി പോകേണ്ടവരല്ല ദൈവമക്കൾ. ഇത് വയലല്ല ദൈവമക്കളെ, ഇത് കെട്ടിയടച്ച തോട്ടമാണ്. ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് ഈസ് നോട്ട് ആൻ ഓപ്പൺ ഫീൽഡ്, ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ഗാർഡൻ. എത്ര പേർ വിശ്വസിക്കുന്നു? വയലിൽ ലോകമാണ്, സഭ തോട്ടമാണ്. അതിരും വരമ്പും അടുക്കും ചിട്ടയും ബെല്ലും ബ്രേക്കും അച്ചടക്കമുള്ള ഒരു പ്രസ്ഥാനമാണ് ദൈവസഭ. ഇത് അരിഞ്ഞാടുന്ന പ്രസ്ഥാനമല്ലെന്ന് എന്നോടൊപ്പം പറയാൻ എത്ര പേരുണ്ട്? അവരുടെ വേഷവിധാനത്തിലും ഉടയിലും നടയിലും വേഷത്തിലും ഭാഷയിലും ഒരു വ്യത്യാസം വേണം. മോശക്കുഞ്ഞെ പെട്ടകത്തിൽ നിന്ന് എടുത്തപ്പം ഞാങ്ങണപ്പെട്ടിന്ന് കണ്ടുടനെ ഫറവോന്റെ പുത്രി പറഞ്ഞറിയാമോ, ഇത് എബ്രായ പൈതങ്ങളിൽ ഒന്ന്. നിന്റെ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴും പറട്ടെ, ഇത് എബ്രായ കുഞ്ഞുങ്ങളിൽ ഒന്ന്. കാരണം എന്താ? പശയും കീലും തേച്ചു വെച്ചത് പെട്ടിക്കടിക്കേണ്ട പെയിന്റ് കുട്ടിക്കടിക്കരുതേ. കുട്ടിയുടെ പെയിന്റ് സ്വർഗം അടിച്ചത് മതിയെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. അമ്മേ, പെട്ട പെയിന്റ് പെട്ടിക്കടിക്കൂ. കുട്ടിയുടെ പെയിന്റ് അത്യുന്നതൻ അടിച്ചു വിട്ടിട്ടുണ്ട്. ഒറിജിനൽ പെയിന്റിൽ തൃപ്തിയുള്ളത് മാത്രം അല്ലേ പറയാമോ? കൽക്കട്ടയിൽ നിന്ന് വന്നൊരു ദൈവദാസൻ പറഞ്ഞതാ. ആ തെരുവിൽ ഒരുത്തൻ കളിച്ചോണ്ടിരിക്കും. ഒരുത്തൻ ചോദിച്ചു, മോനെ നിന്റെ പേരെന്തുവാടാ? ഒരാൾ അടുത്തെന്ന് പറയാം, അത് മോനല്ല മോളാണ്. അയ്യോ പറഞ്ഞു, നിങ്ങളാണോ ഇതിന്റെ അപ്പൻ? അല്ല, ഞാനിതിന്റെ അമ്മയാണ്. അറിയാമോ? യഥാ മാതാ തഥാ പുത്രി. അമ്മേ, വേഷവിധാനം ശരിക്ക് ചെയ്യ്, ലോകത്തിന് അനുരൂപരാകരുതേ. ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിലുണ്ട്. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രപഞ്ചമോഹങ്ങൾ. ഒരു ദൈവദാസൻ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ പറയുന്നു, നമ്മുടെ വഴിയെ കൂടെ പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. ആമേൻ. ഭക്തിക്കൊരു വേഷമുണ്ട്, അതിനെ പൗലോസ് കണ്ണിച്ചിട്ടില്ല. അത് ശക്തിയെ ത്യജിക്കുന്നതാണ് കണ്ണിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വേലക്കാരന്റെ വേഷമുണ്ട്. ഇങ്ങനെയുള്ളവർ കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ. അപ്പൊ അപ്പോസ്തലന്മാർക്ക് ശുശ്രൂഷകന്മാർക്ക് നല്ല വേഷം, അത് എന്നതാണെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഒരു യോഗ്യമായ വസ്ത്രം. മുഖത്ത് നോക്കിയാൽ ഐശ്വര്യം വരും. അതുകൊണ്ട് ദൈവമക്കളെ, പ്രപഞ്ചമോഹം വർജിക്കുവീൻ, പ്രപഞ്ചമോഹം വർജിക്കുവീൻ. ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്നേഹം രക്ഷിക്കുന്നു. 2, ക്രിസ്തുവിന്റെ സ്നേഹം സംരക്ഷിക്കുന്നു. 3, ക്രിസ്തുവിന്റെ സ്നേഹം ശിക്ഷിക്കുന്നു. 4-ാമത്തെ പ്രതലം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കുവീൻ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. കൺസ്ട്രെയിനിങ് ലവ്, കൺസ്ട്രെയിനിങ്. തുടർന്ന് വായിച്ചാൽ കാണാം ദൈവത്തോടുള്ള നിരപ്പിന്റെ വചനം. പാപികളെ മാനസാന്തരപ്പെടുവീൻ, ദൈവത്തോട് നിരപ്പുവീൻ. സുവിശേഷത്തിന്റെ ഘോഷണമാണിതെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട സകല ദൈവമക്കളും ഈ അല്പകാലം മാത്രം ബാക്കിയുള്ളപ്പോൾ സുവിശേഷ ഘോഷണത്തിൽ ഇറങ്ങണം. 1 കൊരിന്ത്യർ 15:58 ഇടയലേനമല്ല, പൊതുസഭയോട് പറയുന്നു, കർത്താവിന്റെ വേലയിൽ നിങ്ങൾ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീൻ. 1 പത്രോസ് 2:9 അന്ധകാരത്തിൽ നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. അതിന് ബൈസ്കൂളിൽ പോയില്ലല്ലോ. സ്കൂളും കോളേജും ഒക്കെ നല്ലതാ, പക്ഷേ സുവിശേഷം അറിയിക്കാൻ മാത്രം അതിൽ പോകണമെന്നില്ല. ശമരിയക്കാരി സ്ത്രീയുടെ അന്തരംഗത്തിൽ ദിവ്യപ്രകാശത്തിന്റെ കിരണങ്ങൾ വന്നപ്പോൾ 1 മണിക്കൂർ കൊണ്ട് കുടവും മറന്നു, വെള്ളവും മറന്നു, ദാഹവും മറന്നു. 1-ാമത്തെ മിഷണറി വനിതയായെങ്കിൽ അതിനേക്കാൾ പ്രായമുള്ള സഹോദരി രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ നീ ഒരു മിഷണറിയാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനോട് പറഞ്ഞു, ആരോടും പറയല്ലേ,
പക്ഷെ അതൊരു പരീക്ഷയായിരുന്നു. അവൻ തുള്ളിച്ചാടി 10 പട്ടണ വിശേഷം അറിയിച്ചപ്പോൾ സൺഡേ സ്കൂൾ പോലും പഠിക്കാത്തവൻ, ആരാധന സംബന്ധിക്കാത്തവൻ, എങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച ദിവസം മുതൽ ദൈവസഭ ക്രിസ്തുവിനെ സാക്ഷിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം എല്ലാവരും ഒന്ന് പറഞ്ഞ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പറയുന്നതും പെന്തക്കോസ്തരായ നാമ. പക്ഷെ പെന്തക്കോസ്തിൽ ഒത്തിരി ആളുകൾക്കും പരിശുദ്ധാത്മാവിനെ തന്നതെന്ന് അറിഞ്ഞുകൂടാ. അന്യഭാഷ പറയാൻ, തുള്ളാൻ, ചാടാൻ, ആടാൻ, പാടാൻ, ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാ. കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നു. പക്ഷെ ഇത് ലക്ഷണങ്ങളാണ്. ലക്ഷ്യം ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാനാണ്. പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിന്നിൽ വന്നത് ആടാനും ചാടാനും തുള്ളാൻ പറയാനുമല്ല. അതൊക്കെ സിംറ്റംസ് ആയി. ഒന്നാമത് നീ ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് തന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ ജനറൽ ബോഡിയും ഇലക്ഷനും അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായത്തിൽ അന്ന് 7 കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. യോഗ്യത പരിശുദ്ധാത്മ നിറവ്, 2 പരിജ്ഞാന നിറവ്, 3 നല്ല സാക്ഷ്യം. തെരഞ്ഞെടുത്തവരെ ആക്കിയപ്പോൾ പറഞ്ഞു, പ്രസംഗം ഞങ്ങൾ ചെയ്യാം, വചനശുശ്രൂഷ ഞങ്ങൾ ഇട്ടിരിക്കാം, നിങ്ങൾ പോതെ പ്രാർത്ഥിച്ച് ആ കമ്മിറ്റിക്കാര്യങ്ങൾ നോക്കി അക്കൗണ്ട് ബുക്ക് നോക്കാൻ ആക്കി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ 7 കമ്മിറ്റിയിൽ ഒരുത്തൻ, അവൻ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ, പുസ്തകം അടച്ചു വെച്ച് പുറത്തിറങ്ങി സുവിശേഷം വർദ്ധിച്ചു. പ്രസംഗം തുടങ്ങിയപ്പോൾ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. അവനാണ് സ്തേഫാനോസ്. ആ കമ്മിറ്റി മെമ്പർ വെളിയിൽ ഇറങ്ങിയതോടുകൂടെ 7 കമ്മിറ്റി 6ആയി. അവന്റെ രക്തസാക്ഷി മരണം കണ്ടപ്പോൾ അടുത്ത കമ്മിറ്റി മെമ്പർ മിസ്റ്റർ ഫിലിപ്പോസ്, അദ്ദേഹവും പറഞ്ഞു, ഈ പരിപാടിയേക്കാൾ നല്ലത് സുവിശേഷത്തിൽ 10 ആത്മാക്കളെ നേടുന്നതാ. അവൻ ഇറങ്ങി ശമരിയിൽ പ്രസംഗിച്ചു. ജനലക്ഷങ്ങൾ സുവിശേഷം കേൾക്കുന്നു. സ്നാനപ്പെട്ട് മാത്രമോ, ഐത്യോപ്യ രാജ്യത്തിലെ ധനകാര്യ മന്ത്രിയെ സുവിശേഷം പറഞ്ഞ് വെള്ളത്തിലിറക്കി മുക്കി വചനപ്രകാരം സ്നാനപ്പെടുത്തി സഭയോടെ ചേർക്കാൻ ദൈവനെ ഉപയോഗിച്ചു. അവൻ കമ്മിറ്റിക്കല്ല സ്ഥാനം കൊടുത്തത്, സുവിശേഷത്തിനാണ്. കൗൺസിലിന് ഞാൻ എതിരല്ല. ജനറൽ കൗൺസിൽ ഞാൻ മെമ്പർ, സ്റ്റേറ്റ് കൗൺസിൽ ഞാൻ അംഗം. ഇല്ലാത്ര ഞാൻ ഉണ്ടാക്കി കൊടുക്കും. സഹോദരങ്ങളെ, ഉത്തരവാദിത്വം നമുക്ക് വേണം, അത് വചനാനുസരണം. പക്ഷേ ഒരു കാര്യം, ചർച്ചിന്റെ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോഴും അക്കൗണ്ടിനേക്കാൾ വലുത് ആത്മാക്കളെ നേടുക. ആത്മാക്കളെ നേടുക. വിൻ സോൾസ്, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. ഞാൻ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആ മനുഷ്യത്തിന്റെ മീൻ പിടിക്കണമെങ്കിൽ വെള്ളത്തിൽ പോകണം. കിണറ്റിലെ പിടിക്കൂ, കൂവാമേ, അവിടെ പിടിച്ച തവളയെ കിട്ടൂ. ആ തവളയ്ക്കൊരു ദോഷമുണ്ട്. എങ്ങനെ ചാടിക്കേറിയോ ചാടി അതുപോലെ ചാടി ഇറങ്ങും. ചാടി പോകാൻ കാരണം നീ പിടിച്ചത് മീനെ അല്ല മക്കളെ, തവളയാണ്. അത് ചാടി പഠിച്ചത് ചാടി ഇറങ്ങും. ചിലർ സ്വിമ്മിംഗ് പൂളിൽ പോയി പിടിക്കും. എവിടാ മത്സ്യത്തെ, അതെ, കുളിക്കുന്ന സ്ഥലം, അവിടെ മീൻ കിട്ടത്തില്ല. സ്ത്രീകളുടെ നീണ്ട തലമുടിയും കിട്ടും, സോപ്പിന്റെ കഷ്ണവും കിട്ടും. അതുകൊണ്ട് കിറനെ മറന്ന് കുളവും മറന്ന് വിശാല സമുദ്രത്തിലേക്ക് വലയിറക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവസഭയോട് ആഹ്വാനം ചെയ്യുന്നു. പ്രൈസ്